ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്. മലബാർ സൈഡിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ബിരിഞ്ചി ചോറ്, മഞ്ഞച്ചോറ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റൈസാണിത്. ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ പകരമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കിയിരുന്ന ഒരു റൈസാണ്. ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉമ്മമ്മയാണ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റൈസിൽ നമ്മൾ ഗീ അല്ലെങ്കിൽ ഓയിലൊന്നല്ല യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. സവോള ചേർക്കരുത്, ചുവന്നുള്ളിയാണ് ചേർക്കേണ്ടത്. ചുവന്നുള്ളിയുടെ അളവ് കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 20 പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ ജീരകമാണ് യൂസ് ചെയ്യുന്നത്, പെരുംജീരകം. അത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒരു ഫ്ലേവറാണ് ഈ ഒരു റൈസിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണ് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 10 മണി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇപ്പോൾ ഗ്രാമ്പു ഏലക്കയും പട്ടൊന്നും ചിലർ ചേർക്കാറില്ല. അപ്പോൾ ഇത് ചേർത്തി കൊടുത്തപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്, ചേർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്തുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് മാത്രം. ഞാനതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മൂത്ത മണം വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് സാധാ വീട്ടിൽ ചോറ് വെക്കുന്ന മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ വീട്ടിൽ ചോറ് വെക്കുന്നത് വെച്ചാൽ ആ ഒരു അരി എടുത്താൽ മതി. ബസ്മതി റൈസൊന്നും ഈ ഒരു റൈസിന് വേണ്ടിയിട്ട്, ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. സാധാ വീട്ടിൽ വെക്കുന്ന ചോറിൻ്റെ അരി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പാലക്കാട് മട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. ഞാനിവിടെ ഇപ്പോൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ 9 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലും ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്, ചിലർ തേങ്ങ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം വെള്ളമില്ലാതെ കുറച്ച് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ചൊന്ന് മുന്തി നിൽക്കണം. നമ്മൾ മട്ട റൈസൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെന്ത് വരുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസിൽ നമ്മൾ മല്ലിയില, പുതിനയില അതൊന്നും യൂസ് ചെയ്യുന്നില്ല, കറിവേപ്പില തന്നെയാണ്. കറിവേപ്പില അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും ഈ ഒരു റൈസിന്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് അല്ലെങ്കിൽ ഉള്ളി വഴറ്റുന്ന ആ ഒരു സമയത്ത് വേണമെങ്കിലും ചേർത്തി കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരി ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാ വേവുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടും നമ്മളങ്ങനെ കുതിർത്തി വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ഈ ഒരു അരിക്ക് പാകമായിട്ടാണ് ഞാൻ ഈ ഒരു വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ട് ഈ ഒരു റൈസ് ആവുള്ളൂ. അപ്പോൾ പെട്ടെന്നൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ അങ്ങനെ ചെയ്യാറില്ല. കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വഴുക്കലുള്ള പോലെ തോന്നാറുണ്ട്. അപ്പോൾ കുക്കറിൽ ചോറ് വെച്ച് ശീലമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. നിങ്ങൾ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെള്ളം വറ്റിയിട്ട് റൈസ് വേവാതെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാം. അതുപോലെ തന്നെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് മൂടി ഒന്നിങ്ങനെ തുറന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് തുളുമ്പി പോകുമ്പോൾ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള അതിൻ്റെ വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവർ പോയി കഴിഞ്ഞാൽ നമ്മൾ റൈസിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം പോവാതെ നോക്കണം. നമ്മൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്.
അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ചോറ് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കൂടി പോകരുത്. അതുപോലെ തന്നെ ചില അരികൾക്ക് കൂടുതൽ വേവുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അരി ഏതാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഞാനെടുത്ത അരിക്ക് എനിക്ക് 3 ഗ്ലാസ് പാകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും. ഇതിന് വേവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചോറ് വേവിക്കുന്ന അത്രയും കണ്ട് വേവിക്കേണ്ട, കുറച്ചൊരു വേവ് കുറഞ്ഞു വേണം നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇതിലത്തെ ഒരു വെള്ളമൊക്കെ ഉലർന്ന് നല്ല കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിഞ്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബീഫ് കറിയും അതുപോലെ തന്നെ ചിക്കൻ കറി, പപ്പടം, അച്ചാറൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്